ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിനും കഞ്ഞിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കാസർഗോഡുകാരുടെ ഈ സ്പെഷ്യൽ ഐറ്റത്തിന്. അതും വളരെ കുറഞ്ഞ ചിലവിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ തോരപ്പയർ അല്ലെങ്കിൽ തോമരപ്പയർ. കേരളത്തിൻ്റെ വടക്കോട്ട് ഭാഗത്തൊക്കെ ഇത് ഒത്തിരി കാണുന്നുണ്ട്. നമ്മുടെ തെക്ക് ഭാഗത്ത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പയർ പോലെ തന്നെ നമുക്ക് തോരൻ വയ്ക്കാനും പുളിവെള്ളം വയ്ക്കാനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ പിന്നെ നമുക്ക് തോര പുളിവെള്ളം ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ പയറൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പയറെല്ലാം അതിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പയർ ഇങ്ങനെ വറുത്തെടുത്തിട്ട് കറി വയ്ക്കാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ തലേദിവസമേ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെയും വെക്കാം. അപ്പോൾ അതാ ഇങ്ങനെ പയർ വറുത്തെടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ ഏകദേശം ഒന്ന് ചൂടായി അതിനൊരു കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ചെറിയ പൊട്ടുന്ന ഒരു സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പയറെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുത്ത പയർ തണുത്തതിന് ശേഷമല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പയറെല്ലാം വെള്ളത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ ഒരു 3-4 വെള്ളം നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പയറെല്ലാം ഒന്ന് നല്ല രീതിക്ക് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ കുക്കറിലേക്ക് പയർ തട്ടി കൊടുത്തിട്ട് പയർ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ചധികം വെള്ളം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് പുളിവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് പയറിൻ്റെ വെള്ളവും കൂടെ മെയിനായിട്ട് വേണം. ഇനി നമുക്കിതിലേക്ക് പയർ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ആദ്യമേ ഒരുപാട് ഇടണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. അപ്പം നമ്മൾ കുക്കറിലൊരു 5-6 വിസിൽ ശബ്ദം കേൾക്കുന്നത് വരെ ഒന്ന് വേവിക്കണം. നല്ലപോലെ പയർ വെന്ത് കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ നിന്ന് ഏകദേശം നമ്മുടെ വിസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പയറൊന്ന് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പുളിവെള്ളം എന്നാണല്ലോ നമ്മുടെ കറിയുടെ പേര് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പുളി അധികം തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നമുക്കിതിൽ കുറച്ച് ചതയ്ക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ ഇടുവാണെങ്കിൽ ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തേ എടുക്കാവൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് വേണം. അത് കാന്താരി മുളകാണെങ്കിലാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ഉണക്കമുളക് വേണേലും എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പയറെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ കറി വയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊരു മൺചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. നോക്കിക്കേ നമ്മുടെ പയറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പയർ കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് കിട്ടിയാൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ പയറിന് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തിരി പുളി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയും കൂടെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഇത് ചതച്ച തേങ്ങയൊന്നുമല്ല, സാധാരണ നമ്മൾ ചെറുതായിട്ട് തിരികിയ തേങ്ങ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് പുളിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ല രീതിക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കാം. അങ്ങനെ തന്നെ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ഒരു കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ സമയം നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ തോരപ്പുളി വെള്ളത്തിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ തന്നെ കറി ഓഫ് ചെയ്തിട്ട് ഇതുകൂടെ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ചാലും മതി. പക്ഷേ ഞാനിവിടെ കടുകും കൂടെ താളിക്കുന്നുണ്ട് കേട്ടോ. താളിച്ചിടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് തണുത്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാവും. അപ്പം നമുക്ക് സാധാരണ മുതിരയിലും നമ്മുടെ ചുവന്ന പയറിലും ഒക്കെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തോരപ്പുളി വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.